അഫാന്റെ ക്രൂരതയിൽ നടുക്കം വിട്ടുമാറാതെ നാട്. അഫാന്റെ അനിയൻ അഫ്സാന്റെ കുട്ടിത്തം വിട്ടുമാറാത്ത മുഖമാണ് അയൽക്കാരുടെ മനസ്സിൽ. സ്വന്തം ചോരയില്ലേ, കൂടപ്പിറപ്പിനെ വെറുതെ വിട്ടുകൂടായിരുന്നു എന്നായിരുന്നു പ്രദേശവാസിയായ ഒരാളുടെ ചോദ്യം. ഞങ്ങളുടെ പ്രതിനിധി ടിൻഡുദാസിനോട് പ്രദേശവാസി പറഞ്ഞ വാക്കുകൾ വൈകാരികമായിരുന്നു. നാടിന് നടുക്കിയ ക്രൂര കൊലപാതകം നടന്ന വെഞ്ഞാറമൂട് പേരുമല അഫാന്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു കടയാണ്. ഈ അഫാന്റെ അനിയനും ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഈ കടയിൽ വരാറുള്ളതൊക്കെയാണ്. അവരെയൊക്കെ വളരെ വ്യക്തിപരമായിട്ട് അറിയാനുള്ളൊരു അമ്മയാണ് ചേരുന്നത്. അമ്മ, ഇവർ ഈ അഫാന്റെ കുടുംബക്കാരെയൊക്കെ നേരത്തെ അറിയാം? കടയിൽ വരും, സാധനം വാങ്ങിക്കാൻ കൊച്ചു വരും. ഇന്നലെ 4:30 ആയപ്പോഴും അവൻ പോണ കണ്ട്. ഇന്നലെ വിട്ട് അവിടെ ബസ്സിൽ വന്ന് ഇവിടെയല്ലേ ഇറങ്ങണം. ഇറങ്ങിയിട്ട് അവൻ നടന്നു പോണേണ്ട്. തിരിച്ച് അവൻ്റെ ചേട്ടൻ അവിടെ ബൈക്കിൽ നിൽക്കുകയായിരുന്നു. അവനെ കൊണ്ട് അങ്ങോട്ട് പോണേണ്ട്. എന്തിനാണ് അതായത് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് കുട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഫാനാണോ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് ഇളയാൾ കൊച്ചുമോൻ, ഞാൻ മോനെ എന്നൊക്കെ കടയിൽ വന്നുകൊണ്ട് അവ അത്രയ്ക്ക് 8-ലാണെങ്കിലും ഒരു പാവമാണ്. സംസാരിക്കണേക്കെ പതുക്കെ സംസാരിക്കും. അവൻ തിരിച്ച് ഒറ്റയ്ക്ക് ആട്ടയിൽ കാണാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ആട്ട ഇവിടെ വന്നപ്പോൾ സ്പീഡ് കുറഞ്ഞു, കാരണം അപ്പുറത്ത് പോകാൻ വേണ്ടി. അങ്ങനെ നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലൊരു കിറ്റ് ഇരിക്കുന്നു. അവൻ അപ്പുറത്ത് ഇറങ്ങി, അതും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ഇറങ്ങി ആ കിറ്റും തൂക്കി പോയപ്പോൾ ആട്ടക്കാരനെ ഞാൻ ടാറ്റയാക്കണുണ്ട്. അവൻ പോയി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് അങ്ങോട്ട് ഓടി. ആ വീട്ടിലായിരിക്കും അവൻ്റെ ഉമ്മച്ചി താക്കോല് കൊടുത്തിട്ട് പോണത്. അവൻ വിചാരിച്ചു ഉമ്മ ഇവിടെയെങ്കിലും പോയപ്പം താക്കോല് കൊടുത്തിട്ട് തിരിച്ച് പിന്നും അവൻ വീട്ടിൽ കയറി പോകണുണ്ട്. പിന്നെ പോലീസ് ജീപ്പ് ഇങ്ങനെ കയറി പോയപ്പോൾ ഈ കൊച്ചുമോനെ കണ്ടത്. കാരണം അവൻ എപ്പോഴും ഇവിടെ വരണോണ്ട് നമുക്ക് വിഷമമാണ്. അവനൊന്നും ചെയ്യണ്ടായിരുന്നു. അവൻ്റെ കൂടെ പുറപ്പല്ല ഒരു ജമ്മോന്നല്ലേ പറയണം. ചെക്കൻ വരുവാണോ? നേരത്തെയൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ 3-4 മാസം കൊണ്ട് അവൻ വരൂല. എന്നാലും ഒരു മനുഷ്യനെ വെച്ചിപ്പോന്ന് പറയണ നമുക്ക് അറിഞ്ഞത്. കൊറോണ സമയത്തൊക്കെ നമ്മളൊക്കെ ഇഷ്ടം പോലെ സാധനം കടം കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് പൈസയൊന്നും അയക്കാൻ പറ്റില്ല. കംപ്ലീറ്റ് കണക്ക് തീർത്താണ് അവൻ കൊണ്ടു തരണത്. മാമി എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കില്ല. സ്വന്തം മാമി കണക്ക് നോക്കി പോയി മാമി വരാന്ന് തീർത്തി തന്നെ കണ്ടു. വീട്ടിലുള്ള എങ്ങനെ ഉമ്മയൊക്കെ വേണമെങ്കിൽ പാവമാണ്. ഉമ്മയ്ക്ക് ഇപ്പോൾ അസുഖം ഇവിടെ നിന്നാൽ എല്ലാത്തിനും വരും. മാവിന് വരും, ചപ്പാത്തിക്ക് വരും, എല്ലാ സാധനത്തിനും വരും. പറ്റുണ്ട് അമ്മക്ക്. പൈസ കിട്ടിയ ഉടനെ കൊണ്ടുതരും. എല്ലാം കണക്ക് തീർത്തിയതാ. കാരണം എൻ്റെ ഉമ്മയും പാവമാണെങ്കിൽ അസുഖമുള്ളത് ഇന്നലെ ഞാൻ TV കൂടെയാണ് അറിയണമല്ലേ ഈ അസുഖമുള്ള ആരോടെ ഒന്നും അങ്ങനെ ആരാ അവരുടെ കാര്യമൊന്നും പുറത്ത് പറയുന്നത്? ഇവിടങ്ങളിൽ എല്ലാവരും സ്നേഹമാണ്. ആരുമായിട്ട് ഒരു വഴക്കിനെ കണ്ടത് ഒരു മക്കളും അങ്ങനെ ഒരിടത്തും പോണതാ വഴക്കാ കൂടുന്നോ ഒന്നും കണ്ടിട്ട്. ഈ അഫാന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെന്ന് ഞങ്ങൾ അറിയണത് ഇന്നലെ ആദ്യം 2 പേരും ഇനി പുറത്ത് കൊണ്ടുവന്നു. അപ്പോഴും ജീപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ 2 പേരെ കൊണ്ടുവന്നു. അവിടെ ആകെ 3 പേരേ ഉള്ളൂ. കാരണം ഇവ ഉൾപ്പെടെ 3 പേര്. അപ്പോൾ ഇനി ഒരാളുണ്ടെന്നപ്പോൾ ഞാൻ അവരെ ബന്ധത്തിലൊരാൾ അവൻ്റെ വാപ്പ വന്നാന്ന് ചോദിച്ചു. ഇല്ല, എന്തോ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരു പെങ്കൊച്ചാണെന്ന്. അപ്പോഴും പറഞ്ഞ് സഹോദരൻ്റെ മോളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാണാൾ പറഞ്ഞു അല്ല 20 വയസ്സായ കൊച്ചാണ്. അപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. കൊച്ചിനെ കൊണ്ടുപോയത് ഇങ്ങനെ കൊച്ചിനെ നമ്മൾ പിന്നെ കാണാൻ പറ്റില്ലല്ലോ, പോലീസൊക്കെ കിടക്കും. നമ്മളെ കണ്ടിട്ടേ ഇല്ല. കൊച്ചിനെ കൊണ്ടുവന്നതിന് ഇല്ല, അറിയാൻ പറ്റൂലല്ലോ. കംപ്ലീറ്റും അവർ വല്ലതാണെങ്കിൽ ലോക്ക് ചെയ്തിരിക്കയില്ലേ വീടൊക്കെ. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടികൾ മരിച്ചതായിട്ട് അറിയുന്നത്. മരിച്ചതായിട്ടല്ല, സീരിയസ് ആയിട്ട് കൊച്ചിനെ അതിന് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു ഈശ്വര അവനും ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതി. അപ്പോഴേ ഒരു പോലീസ് വന്ന് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. തീർച്ചയായിട്ടും എന്നും കടയിൽ വരുന്നതായിരുന്നു ആ 9ാം ക്ലാസ്സുകാരൻ. വളരെ സങ്കടത്തോടു കൂടിയാണ് അമ്മ അതൊക്കെ ഓർത്തെടുക്കുന്നത്. എന്തായാലും നാടിന് നടുക്കിയ ഒരു കൊലപാതകമാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായിരുന്നു അവരൊക്കെ. പക്ഷേ എന്തിനാണ് അഫാൻ ഇത് ചെയ്തത് എന്നാണ് അവർക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്.